ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ഇതേ ഡയറ്റ് ഫുഡാണ്. കുറച്ച് ബ്രോക്കോളി ഉണ്ട്, പിന്നെ എഗ്ഗ് ഉണ്ട്, പിന്നെ പംകിൻ ഉണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഇതേ നേരെ ഒരു കോഫി രാവിലെ ആയപ്പോൾ ഇട്ട് കുടിച്ചു. അതിന് ശേഷം ദേ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നല്ലതാണ് കേട്ടോ ഈ ചോക്ലേറ്റ്, എനിക്കിഷ്ടമായി. അതിന് ശേഷം നേരെ ദേ ലൂണപ്പൻ്റെ അടുത്ത് ഞാൻ ചെന്നു കേട്ടോ. അപ്പോഴേക്കും ആളിങ്ങനെ എന്നെ തുറന്നു വിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ആ മഴ ഇങ്ങനെ കുറച്ച് സമയം ഞാൻ ആസ്വദിച്ചു നിന്നു ഗൈസ്. കാരണം നല്ല ചൂടായിരുന്നല്ലോ, പെട്ടെന്ന് തന്നെ മഴ പെയ്തു. പിന്നെ അങ്ങനെ ആ മഴയും കണ്ടു. കുറച്ച് സമയം നിന്നപ്പോഴത്തേക്കും ടൂണയുടെ കരച്ചിൽ കൂടിയപ്പോഴേക്കും പുറത്ത് പോയി നോക്കി എന്താ ഇവളിങ്ങനെ കിടന്ന് കരയണേന്ന്. പോയി നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല, അമ്മയും മോളും കൂടി അടിപിടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ദേ അവളെ കുറച്ച് സമയം അങ്ങോട്ട് ാക്കിയിട്ടോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ പ്രധാന പരിപാടി. ഇവളിങ്ങനെ ചൊറിയണ അനുസരിച്ച് നമ്മളടുത്ത് വന്നുകൊണ്ടിരിക്കും, അതാണ്. അങ്ങനെ ദേ ഇവളെ കുറച്ച് സമയം പുന്നാരിച്ചു. വിളിക്കുമ്പോൾ തന്നെ ആൾ ഓടി വരും കേട്ടോ. അതാണ് ആളുടെ ഒരു സ്നേഹപ്രകടനം. ദേ കണ്ടില്ലേ, വരും. ഒന്നിങ്ങനെ കാണിച്ചാൽ മതി, അപ്പോഴന്നെ ആൾ വരും. അതാണ് ഒരു നല്ലൊരു സ്നേഹമുള്ള ക്യാറ്റാണ് കേട്ടോ ഇവള്. ടൂണയുടെ മക്കൾക്ക് സ്നേഹമുള്ളത് ഈ പൂച്ചയ്ക്ക് മാത്രമാണ്. വേറെ ഒരു കുട്ടിക്കും ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ടൂണയുടെ കുട്ടികൾക്ക്. അങ്ങനെ ദേ ഇവളെ കുറച്ച് സമയം പുന്നാരിച്ചു. ഇനി എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതിലേക്ക് കടക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മഴയായതുകൊണ്ട് ഇറങ്ങണോ വേണ്ടേ എന്നുള്ള ആലോചന. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.